ഇത് J33 ആണ്. ഇത് 1000 രൂപയുടെ തൈയാണ്. അതായത് ടാങ്ക് സൂര്യ കണ്ട പോലെ തന്നെ വരുന്നില്ല. കണ്ടോ? ഓക്കെ കുഴപ്പമില്ല. ഈ ഒരു ഐറ്റിൽ വരുന്നുണ്ടല്ലേ? അതെ, J33 സ്പെഷ്യൽ ആണ് എപ്പോഴും. എന്നുവെച്ചാൽ ഇത് കായ്ക്കാൻ ഒരു 3-4 വർഷം എടുക്കുമെങ്കിലും പണ്ടത്തെ കാലത്തെ വലിയ സൈസിലുള്ള നല്ല വലിപ്പമുള്ള നല്ല ടേസ്റ്റുള്ള ഒരു അത്യാവശ്യത്തിൻ്റെ റിവ്യൂ 20-25 കിലോയെങ്കിലും ഒരു ചക്കയ്ക്ക് വരുമെന്നാണ് പറയുന്നത്. ടേസ്റ്റിലും മിടുക്കനാണ്. ഓക്കെ, അതായത് ഒരു 3 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കിട്ടുന്ന സാധനം വെർത്താണ്. ഉറപ്പാണ്, ഗ്യാരണ്ടി ആണ്. അതിന്റെ പല സൈസും ഉണ്ടോ നമ്മുടെ കയ്യില്? അതിന്റെ J33 നമുക്ക് ഇപ്പൊ നിലവിൽ ഈ ഒരു സൈസ് മാത്രമേ ഉള്ളൂ അവൈലബിൾ ആയിട്ടുള്ളത്. വേറെ ഏതൊക്കെയുള്ളത്? പിന്നെ നമുക്ക് വിയറ്റ്നാം മേറിൽ നമുക്ക് വരിക്കച്ചക്ക കഴിക്കാൻ എപ്പോഴും ആഗ്രഹിച്ചെടുക്കുന്ന ആൾക്കാർക്ക്, ക്ഷമയില്ലാത്ത ആൾക്കാർക്ക് എല്ലാം വാങ്ങിച്ച് വയ്ക്കാൻ പറ്റുന്ന ഐറ്റമാണ്. ഓൾ സീസൺ ആണ്. അതായത് ചക്കയുടെ സൈസ് ചെറുതാണ്, വരിക്കച്ചക്കയാണ്. നമ്മളെ വീട്ടിൽ സീസൺ ഇല്ലാണ്ട് ഒരു ചക്ക കാണും. ഇതൊക്കെ എങ്ങനെ റേറ്റ്? 1000 രൂപ. 1000 രൂപ. പിന്നെ അതിൽ നമുക്ക് 150 രൂപയ്ക്കും തൈകളുണ്ട്. ഏതാ 150 തൈകൾ? 150 രൂപയുടെ തൈകളാണ്. ജസ്റ്റ് ഒന്ന് കയ്യിലെടുത്ത് പിടിക്കോ. ചെറിയ തൈകളാണ്, 150 രൂപയാണ്. ഈ 150 വെച്ച് എന്തായാലും ഒരു 4 വർഷം പ്രതീക്ഷിക്കാം. അതെ, 4 വർഷമൊന്നും പോണ്ട, അതിന് മുന്നേ ആവും. അതെ. പിന്നെ 200 രൂപയ്ക്കും ഉണ്ട്, 250 രൂപയ്ക്കും. അതെ, പിന്നെ 250 രൂപയ്ക്കെല്ലാം ഉണ്ട്. വിയറ്റ്നാം സൂപ്പർ. അതായത് നമ്മളെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാനുള്ള തൈകൾ ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും. പിന്നെ നമുക്ക് ഇതൊരു സ്പെഷ്യൽ ആട്ടോ, ഇത് ഏവിയാർക്ക് ജാക്ക് എന്ന് പറയും. ഏവിയാർക്ക് ജാക്ക് നല്ല ഹെൽത്തി പ്ലാന്റ് നമ്മളെ നല്ല മധുരമുള്ള ആ ഒരു ചക്ക എന്ന് പറഞ്ഞല്ലേ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ചങ്ക് പ്ലാവിന്റെ കളക്ഷൻ സൂക്ഷിക്കുന്ന ആൾക്കാർക്കെല്ലാം ഇതുപോലൊക്കെ തൈകൾ കൊണ്ടുവയ്ക്കാം. അത്യാവശ്യം ഇത് 3-4 വർഷം എടുക്കും കായ്ക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ കായ്ക്കുന്നുണ്ട്. തൈക്ക് എങ്ങനെ റേറ്റ്? 500 രൂപയാണ്.